ഇപ്പോൾ പല പ്രവാചകന്മാരുടെയും ജീവിതങ്ങൾ ജനങ്ങൾ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്ന കാലമാണ്. പണ്ടൊക്കെ വെട്ടിക്കൊല്ലുന്ന കേസാണ്. ഞാൻ ആരാധിക്കുന്ന എൻ്റെ പൂർവ്വമൂർത്തികളൊക്കെ പൊട്ടയാണ്, ഇത് നാളെ ഹിന്ദുത്വത്തെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ലാന്ന് തോന്നിയാൽ. പക്ഷേ സനാതനധർമ്മത്തിന് അങ്ങനൊരു സിസ്റ്റം അതിനുള്ളിൽ തന്നെ ഉണ്ട്, ഒരു എംബഡഡ് സിസ്റ്റം ഉണ്ട്. ഒരു സാധാരണക്കാരനെ അങ്ങ് വിളിച്ചിട്ട് വലിയ ശക്തനാക്കി മാറ്റും. അവൻ ഒരു 100 കൊല്ലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഒരു വിവേകാനന്ദനോ ഒരു ശങ്കരാചാര്യരോ, അങ്ങനെ മഹാന്മാരെ വളർത്തിയെടുക്കാൻ വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണിത്. ഒരു പ്രവാചകനെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇപ്പോൾ പല പ്രവാചകന്മാരുടെയും ജീവിതങ്ങൾ ജനങ്ങൾ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്ന കാലമാണ്. വളരെ ജനങ്ങൾ ഭയമില്ലാതെ, പണ്ടൊക്കെ വെട്ടിക്കൊല്ലുന്ന കേസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള പവർ കൊടുക്കുന്ന ഒരു ഓപ്പൺ കൾച്ചറാണിത്. പക്ഷേ ചിലർ പറയും, എന്തിനാ ഇപ്പോൾ ഹിന്ദുത്വം സനാതനധർമ്മം എല്ലാവരും സ്വീകരിക്കില്ലേ? സ്വീകരിച്ചവർ അതായത് നമ്മുടെ ഇരിപ്പ് ലിവിങ് റൂമിൽ ഇരിക്കാതെ കിടപ്പറയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നത്. അതിഥികൾ വിരുന്നുകാർ വേട്ടക്കാരായി തീർന്നു. ആനന്ദിൻ്റെ പുസ്തകമുണ്ടല്ലോ, വിരുന്നുകാർ വേട്ടക്കാരായി തീർന്നപ്പോൾ തദ്ദേശവാസികളും ഈ നാടിൻ്റെ മണ്ണിൻ്റെ സംസ്കാരമുള്ളവരുമായ സനാതനധർമ്മികൾക്ക് വാളെടുക്കേണ്ടി വന്നതാണ് ചരിത്രം. അനിവാര്യതയാണ്. അല്ലാതെ സനാതനധർമ്മം ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല, ഒരു രാജ്യവും കീഴ്പ്പെടുത്താൻ പോകുന്നില്ല, ഒരാളുടെയും അങ്ങോട്ട് പോയിട്ടൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എന്നെ കിടത്തി പൊറപ്പിക്കില്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ പൂർവ്വമൂർത്തികളൊക്കെ പൊട്ടയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫൻസ് വേണം. അത് നാച്ചുറലി വരുന്നതാണ്. അങ്ങനെ ശിവാജി മഹാരാജ് മുഗളന്മാരെ തോൽപ്പിച്ച കാലം മുതൽ ഇതിൻ്റെ ഒരു വിത്തിട്ടിട്ടുണ്ട്. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇന്നതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയായിട്ടോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാലം ഓരോന്നിനെ സൃഷ്ടിച്ചു വിടുകയാണ്. ഇത് നാളെ ഹിന്ദുത്വത്തെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ലാന്ന് തോന്നിയാൽ വേറെ ഒരു സംഘടന രൂപപ്പെട്ടു വരും.